നമസ്കാരം. കേരളത്തിലെ വിദ്യാഭ്യാസ നഭസിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വിദ്യാഭ്യാസ മുന്നേറ്റവും മാതൃകയും എന്നും അദ്വിതീയമായ സ്ഥാനമാണ് പൊതുസമൂഹം നൽകിയിട്ടുള്ളത്. അതിന് അതിരൂപതയുടെ അധ്യക്ഷന്മാരായ അഭിവന്യ പിതാക്കന്മാരോടും ബഹുമാന്യരായ കോർപ്പറേറ്റ് മാനേജർ അച്ഛന്മാരോടും എന്നും കടപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ചെറിയ ചലനങ്ങൾ പോലും എപ്പോഴും വളരെ സെൻസിറ്റീവായ സബ്ജക്റ്റായി മാറാറുണ്ട്. ഇപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കോർപ്പറേറ്റ് മാനേജർ ഈ കാലഘട്ടത്തിലുണ്ടായ അധ്യാപക രംഗത്തെ പുതിയ പ്രതിസന്ധികളെക്കുറിച്ച് പ്രതികരിക്കുവാൻ നമ്മോടൊപ്പം എത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മനോജ് അച്ഛന് മാക് ടിവിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രതിസന്ധികളും വിവാദങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ പൊതുസമൂഹം ഉറ്റുനോക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നിലപാട് അറിയാനാണ്. നമുക്കറിയാം, വിശ്വപ്രസിദ്ധമായ കേരള മോഡൽ വിദ്യാഭ്യാസം അത് രൂപപ്പെടുത്തുന്നതിൽ സംസ്ഥാന സ്കൂളുകൾ, സർക്കാരിൻ്റെ സ്കൂളുകളോടൊപ്പം തന്നെ എയ്ഡഡ് മേഖലയും വലിയ സ്ഥാനമാണ് വഹിച്ചിട്ടുള്ളത്. പക്ഷേ എപ്പോഴും എയ്ഡഡ് മേഖല, ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ എയ്ഡഡ് മേഖല സർക്കാരിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുമൊക്കെ ഒട്ടേറെ വിവേചനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മനോജ് അച്ഛ ഇത്തരം ഒരു വിവേചനം നമ്മുടെ എയ്ഡഡ് മേഖല നേരിടേണ്ടി വരുന്നത്? സാറ് ചോദിച്ചത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അതിനുള്ള മറുപടി എനിക്ക് തോന്നുന്നു പറയേണ്ടത് നമ്മളല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെയാണ് എന്ന് തോന്നുന്നു. കാരണം കേരളത്തിലെ എയ്ഡഡ് മേഖല ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. ഞാനൊരു കണക്ക് നോക്കിയപ്പോൾ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ കണക്ക് പ്രകാരം 2016 അവർ പ്രസിദ്ധീകരിച്ചതാണ്. കേരളത്തിൽ ആകെയുള്ള സ്കൂളുകൾ 12,981. അതിൽ 7,220 സ്കൂളുകളും എയ്ഡഡ് മേഖലയിലാണ്. അതിൽ തന്നെ നല്ലൊരു പങ്ക് കത്തോലിക്ക സഭയുടെ സ്കൂളുകളാണ്. അതായത് 55.62% അത് എയ്ഡഡ് മേഖലയിലുള്ള സ്കൂളുകളാണ്. അപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും വലിയ ഒരു ശക്തിയായിട്ട് നിൽക്കുന്നത് എയ്ഡഡ് മേഖലയാണ്. പക്ഷേ സാറ് സൂചിപ്പിച്ചതുപോലെ എയ്ഡഡ് മേഖല വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് വലിയൊരു അവഗണനയാണ് ശരിക്കും. കാരണം സർക്കാർ സ്കൂൾ, എയ്ഡഡ് സ്കൂൾ എന്നൊരു വേർതിരിവ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പം നമ്മുടെ സ്കൂളുകൾക്ക് കെട്ടിടങ്ങൾ പണിയണമെങ്കിൽ എയ്ഡഡ് സ്കൂളുകൾക്ക് യാതൊരു സഹായവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല. ആകെ ലഭിക്കുന്നത് നാമമാത്രമായ മെയിൻ്റനൻസ് ഗ്രാൻറ്റ് മാത്രമാണ്. മറ്റ് സർക്കാർ സ്കൂളുകൾക്ക് അതേസമയം വലിയ ഫണ്ടാണ് ഈ കെട്ടിടപ്പണിയുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ അവർ കൊടുക്കുന്നത്. അതുപോലെ സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർക്ക് കുട്ടികൾ എത്ര നഷ്ടപ്പെട്ടാലും എത്ര കുറഞ്ഞാലും അവരുടെ പോസ്റ്റിനൊരു പ്രശ്നവും വരുന്നില്ല. പക്ഷേ എയ്ഡഡ് മേഖലയിൽ നിശ്ചിത എണ്ണം കുട്ടികൾക്ക് താഴോട്ട് പോയാൽ അധ്യാപകൻ്റെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ട്. നമ്മൾ ശരിക്കും എയ്ഡഡ് മേഖലയിലേക്ക് സഭാ സംവിധാനങ്ങളും അതുപോലെ സമുദായങ്ങളും ഒക്കെ കടന്നു വന്നത് സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയാണ്. കാരണം സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ കൂടുതൽ എണ്ണം സ്കൂളുകളുടെ വലിയ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് തക്കതായ രീതിയിൽ സ്കൂളുകൾ സ്ഥാപിക്കാനും നടത്തിക്കൊണ്ട് പോകാനും സർക്കാരുകൾക്ക് സാധിക്കുമായിരുന്നില്ല. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് നമ്മുടെ രാജ്യത്തിനൊരവസ്ഥ ആ ഒരു രീതിയിലായിരുന്നതുകൊണ്ട്. അതുകൊണ്ട് അന്ന് നിലവിലുണ്ടായിരുന്ന സഭാ സംവിധാനങ്ങളുടെ സ്കൂളുകളും മറ്റ് സമുദായ സംഘടനകളുടെ സ്കൂളുകളും ഒക്കെയാണ് സർക്കാർ സ്കൂളുകൾ സർക്കാരിന് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് നമ്മൾ അതിനോട് സഹകരിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ പറയുന്നു, ഞങ്ങൾ അധ്യാപകർക്ക് ശമ്പളം കൊടുത്തുകൊള്ളാം, നിങ്ങൾ സ്കൂളിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഒരുക്കുക, സ്കൂളിന് സ്ഥലം കൊടുക്കുക, സ്കൂൾ കെട്ടിടം പണിയുക. അങ്ങനെ ഒരു ഗീവ് ആൻഡ് ടേക്ക്, പരസ്പരം സഹകരിച്ചുള്ള ഒരു മുന്നേറ്റമാണ് വിദ്യാഭ്യാസ രംഗത്ത് എയ്ഡഡ് മേഖലയിൽ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് വളരെ വിരുദ്ധമായിട്ടൊരു, നമ്മൾ മലയാളത്തിൽ സാധാരണ ഭാഷയിൽ ഒരു ചിറ്റമ്മ നയം എന്ന് പറയുന്ന പോലെയുള്ള ഒരു രീതിയാണ് എയ്ഡഡ് സ്കൂളുകളോട് അവലംബിക്കുന്നത്. അപ്പോൾ അത് വളരെ സങ്കടകരമാണ്. കാരണം എയ്ഡഡ് മേഖല നമ്മുടെ പൊതുസമൂഹത്തിന് യാതൊരു വിധത്തിലുള്ള ദ്രോഹവും ചെയ്യുന്നില്ല. പക്ഷേ എയ്ഡഡ് മേഖലയിൽ എന്തൊക്കെയോ വലിയ അഴിമതി നടക്കുന്നു, പ്രശ്നങ്ങളുണ്ട് എന്നൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഈ മേഖലയിൽ അങ്ങനെ ഒരു വിവേചനം ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിനെക്കുറിച്ച് അവർ തന്നെയാണ് ചിന്തിക്കേണ്ടത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല കൂടുതൽ ശക്തമാകണമെങ്കിൽ ഈ സാറ് പറഞ്ഞ കേരള മോഡൽ വിദ്യാഭ്യാസം അത് എന്നും കാലിക പ്രസക്തമായിട്ട് നിലനിൽക്കണമെങ്കിൽ അതിനെ ഈ
പ്രശ്നത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുകയും സർക്കാർ സ്കൂളുകളെ പോലെ തന്നെ ഒരു തുല്യ പരിഗണന നൽകിക്കൊണ്ട് എയ്ഡഡ് സ്ഥാപനങ്ങളെ നിലനിർത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെ തലമുറകളെ, ഒരു സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുക എന്നതാണ് എല്ലായിടത്തെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അച്ഛൻ മനോജൻ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാരിന് വേണ്ടി ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സർക്കാരിൽ നിന്നോ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നോ വേണ്ടത്ര പ്രോത്സാഹനവും പിന്തുണയും ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, പ്രതിസന്ധികൾ എല്ലാ വർഷവും നേരിടേണ്ടി വരുന്നുമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ അവസാനത്തെ ഉദാഹരണമാണ് ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്ര പുസ്തകം പരിശോധിച്ചാൽ 2021 നവംബർ 8 എന്ന് പറയുന്നത് ഒരു കറുത്ത പേജാണ്. ആ തീയതിക്ക് മുമ്പും അതിനുശേഷവും ഇപ്പോൾ അധ്യാപകർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എയ്ഡഡ് മേഖല, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാലയങ്ങളും അധ്യാപകരും നേരിടുന്ന ഏറ്റവും അവസാനത്തെ പ്രതിസന്ധിയാണ് ഭിന്നശേഷി സംവരണവുമായിട്ട് ബന്ധപ്പെട്ട്. അതിനു മുമ്പും ഓരോരോ പ്രശ്നങ്ങളായിട്ട് പ്രതിസന്ധികളിങ്ങനെ തിരമാലകൾ പോലെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ന്യൂ സ്കൂൾ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, 1:1 റേഷ്യോ, അതിൻ്റെ കേസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിനു മുമ്പ് പ്രശ്നങ്ങളായിട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ രംഗത്തെ ആകെ പിടിച്ച് കുലുക്കിയ ഒരു പ്രശ്നമാണ് ഈ ഭിന്നശേഷി സംവരണം. ഭിന്നശേഷി സംവരണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മളെപ്പോഴും വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം, സഭയൊരിക്കലും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവരുടെ അവകാശങ്ങൾക്കെതിരല്ല, അവരെപ്പോഴും ചേർത്ത് നിർത്തണമെന്നുള്ളതാണ് സഭയുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഭിന്നശേഷി സംവരണമായിട്ടുള്ള ഒരു കേസുകൾ വന്നപ്പോഴും ആ വിഷയം പൊതുതലത്തിൽ സമൂഹത്തിൽ ഉയർന്നു വന്നപ്പോഴും സഭ എപ്പോഴും, പ്രത്യേകിച്ച് നമ്മുടെ പിതാക്കന്മാർ എപ്പോഴും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം, അത് പരിഹരിക്കണം എന്നുള്ളൊരു ചിന്തയോട് കൂടി തന്നെയാണ് മുൻപോട്ട് പോയത്. അവർ നിയമിക്കപ്പെടുന്ന ഒരിക്കലും അതിനൊരു തടസ്സം നിൽക്കുവാനായിട്ട് സഭാ സംവിധാനങ്ങളോ നമ്മുടെ സ്കൂളുകളോ ഒന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, കാരണം നമ്മുടെ സ്കൂളുകൾക്കെല്ലാം മൈനോരിറ്റി അവകാശമുള്ളതാണ്, മൈനോരിറ്റി റൈറ്റ് ഉള്ളതാണ്. ഭരണഘടന അനുസരിച്ച് തന്നെ മൈനോരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ സംവരണ തത്വങ്ങൾക്കൊക്കെ അതീതമാണ്. നമുക്ക് വേണമെങ്കിൽ കോടതിയിൽ ചലഞ്ച് ചെയ്യാമായിരുന്നു, ഞങ്ങൾ സംവരണത്തിന് അതീതരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഞങ്ങളെ ബാധിക്കത്തില്ല. അങ്ങനൊരു വാദമേ നമ്മൾ കോടതിയിൽ ഉയർത്തിയില്ല. കാരണം ഈ ഒരു പ്രശ്നം വന്നപ്പോഴേ പിതാക്കന്മാർ പറയും നമ്മളത് സ്വീകരിക്കണം, കാരണം പൊതുസമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് വരേണ്ടവരെ ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. അങ്ങനെ ഒരു വലിയ ഒരു വിശാലമായൊരു മനോഭാവത്തോടെയാണ് ഈ പ്രശ്നത്തെ സഭ എപ്പോഴും കണ്ടിട്ടുള്ളത്. അത് ഇങ്ങനെയൊരു 1995 പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് സെൻട്രൽ ഗവൺമെൻറ് പാസ്സാക്കി കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല സഭയെ സംബന്ധിച്ച്. സഭ അതിന് മുമ്പ് തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന അധ്യാപകർക്ക് ജോലി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ സാങ്കേതിക വശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പം ഈ അടുത്ത കാലത്ത് ഭിന്നശേഷി സംവരണ സ്കൂളുകളിൽ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ 96 മുതലുള്ള റോസ്റ്റർ തയ്യാറാക്കി 96 മുതൽ 2017 വരെ 3% സംവരണവും 2017 മുതൽ 4% സംവരണവും ഏർപ്പെടുത്തണം എന്നൊരു കോടതി വിധി വന്നു. അതിനനുസരിച്ച് സർക്കാർ ഉത്തരവുകൾ ലഭിച്ചു. അപ്പോൾ നമ്മൾ റോസ്റ്റർ നമ്മുടെ അതിരൂപതയിലെ കാര്യമാണ്, നമ്മുടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലെ കാര്യമാണ് പറയുന്നത്. നമ്മൾ റോസ്റ്റർ തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ 96 മുതലുള്ള ബാക്ക്ലോഗ് കണക്കാക്കി ഇപ്രകാരം ശതമാനം നോക്കുമ്പോൾ നമ്മൾ മാറ്റിവെക്കേണ്ട ഭിന്നശേഷി വിഭാഗങ്ങൾക്കായിട്ട് മാറ്റിവെക്കേണ്ട ഒഴിവുകൾ 43 ഒഴിവുകളാണ്. ഈ ഒഴിവുകളിൽ കോടതി വിധിയൊക്കെ വരുമ്പോൾ തന്നെ നിലവിൽ നമ്മുടെ മാനേജ്മെൻറ്റിൽ 11 അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട 11 അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട്. ഈ 11 അധ്യാപകരെന്ന് പറയുന്നത് ഗവൺമെൻറ് നിർണ്ണയിച്ചിരിക്കുന്ന ഈ ഭിന്നശേഷി സംബന്ധമായ സർട്ടിഫിക്കറ്റുകളും മറ്റ് ഫങ്ഷണാലിറ്റി സർട്ടിഫിക്കറ്റുകളും ഒക്കെ ഉള്ള അധ്യാപകരാണ്. നമുക്ക് ഈ പുതിയ നിയമം അനുസരിച്ച് ഗവൺമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന അധ്യാപകരാണ്. അത്രയും പേരാണ് 11 പേരുള്ളത്. അപ്പോൾ 96 മുതൽ അതിൽ എത്രയോ കൂടുതൽ അധ്യാപകർ നമ്മളിവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കണം. ഇപ്പോൾ തന്നെ ധാരാളം ഈ സർട്ടിഫിക്കറ്റുകളൊന്നും ഇല്ലാത്ത, കാരണം നമ്മൾ അധ്യാപകരെ വെക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിച്ചല്ല വെച്ചിരുന്നത്. നമ്മൾ അവരുടെ സാഹചര്യങ്ങൾ പരിഗണിച്ച് എല്ലാം നമ്മൾ ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവരെ നേരത്തെ മുതൽ തന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നൊരു പക്ഷേ 11-ൽ കൂടുതൽ സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്ത അധ്യാപകർ ഇപ്പോൾ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ സംവരണം
ഭിന്നശേഷിത്വത്തിൻ്റെ നിയമമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ സഭയുടെ ഒരു കാരുണ്യത്തിൻ്റെ മുഖത്തിൻ്റെ ഭാവമായിട്ടൊക്കെ ഇവരെ എപ്പോഴും ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. ഈ ഭിന്നശേഷി സംവരണവുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങളെല്ലാം കൂടുതൽ കലുഷിതമായിട്ട് തീർന്നത്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം നമ്മൾ ഇതെല്ലാം ചെയ്തെങ്കിലും ഞാൻ ആദ്യം സൂചിപ്പിച്ചു 1995 പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, അത് 95 കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയതാണ്. പക്ഷേ അതിനെ സംബന്ധിച്ച് മാറി വന്ന സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒരു നടപടി എടുത്തില്ല. 2018 ഇത് കോടതിയിൽ കേസൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് 2018 സർക്കാരിൻ്റെ സാമൂഹ്യ നീതി ക്ഷേമ വകുപ്പ് ഇതിനെ സംബന്ധിച്ചൊരു ഉത്തരവ് ഇറക്കുന്നത്. ആ ഉത്തരവ് അവിടെ കിടന്നു. വിദ്യാഭ്യാസ വകുപ്പ് അതിനെ സംബന്ധിച്ച് വീണ്ടും യാതൊന്നും ചെയ്തില്ല. കോടതിയിൽ ഇത് സംബന്ധിച്ച് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉൾക്കൊള്ളുന്ന സംഘടനകൾ കേസുകൾ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് കോടതി വിധി വരികയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഡേറ്റ്, അതായത് നവംബർ 8, 2021 ആദ്യമായിട്ട് നമ്മുടെ സ്കൂളുകളിൽ ഭിന്നശേഷി സംവരണം ഈ 4% വെച്ച് 3-4% വെച്ച് നടപ്പിലാക്കണമെന്ന് ഒരു സർക്കാരിൻ്റെ ഒരു ഉത്തരവ് വരുന്ന ആദ്യമായിട്ട് അപ്പോഴാണ്. അത് ലഭിച്ചപ്പോൾ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റുകൾ അപ്പോയിൻമെൻറ്റുകൾ നടത്താൻ തുടങ്ങി. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം, ഇപ്പോൾ നിലവിലുള്ള ഇഷ്യൂ എന്താണ്? മാനേജ്മെൻറ്റുകളാണ് ഇതിന് തടസ്സം നിൽക്കുന്നത്. അങ്ങനെ ഒരു പ്രതീതി, ഒരു സ്ട്രോമാൻ ഫാലസി പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് മാനേജ്മെൻറ്റുകൾ ഭിന്നശേഷി അധ്യാപകരെ നിയമിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് അവരെ സമ്മർദ്ദം ചെലുത്തി നിയമിക്കണം. അവരെ സമ്മർദ്ദം ചെലുത്താനുള്ള മാർഗം എന്താണ്? അവർ നടത്തിയിട്ടുള്ള മറ്റ് അധ്യാപന നിയമനങ്ങളെയൊക്കെ തടസ്സപ്പെടുത്തുക, അതൊക്കെ പെൻഡിങ്ങിൽ വെക്കുക, ആ അധ്യാപകരെയൊക്കെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ബന്ദികളാക്കി വെക്കുക, അവരുടെ ജോലി അംഗീകരിക്കാതിരിക്കുക, അവരുടെ നിയമനം അംഗീകരിക്കാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഇവർ സമ്മർദ്ദത്തിലാവുകയും ഭിന്നശേഷി അധ്യാപകരെ വെക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സമീപനമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ സമീപിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണോ എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകൾ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അത്രയും സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമ്മൾ പ്രവർത്തിച്ചിട്ടും നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഒരു വലിയ തെറ്റിദ്ധാരണ സമൂഹത്തിൽ ഉളവാക്കി ഇതുപോലെയുള്ള സമീപനങ്ങൾ എടുക്കുന്നത് വളരെ പ്രതിഷേധാർഹമാണ്, സങ്കടകരമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ അധ്യാപകരുടെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. 2021 നവംബർ 8 ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിശദീകരണ സർക്കുലർ പിന്നീട് ഇറങ്ങിയായിരുന്നു. ആ സർക്കുലറിൻ്റെ വെളിച്ചത്തിൽ ഏറ്റവും ആദ്യം റോസ്റ്റർ തയ്യാറാക്കിയ മാനേജ്മെൻറ്റുകളിലൊന്ന് നമ്മുടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെ മാനേജ്മെൻറ്റ് തയ്യാറാക്കി 11 പേരെ നമ്മൾ ഓൾറെഡി നിയമിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി വെക്കേണ്ടത് 32 പേരാണ്. ആ 32 പേരുടെ തസ്തികകൾ സർക്കാർ ഉത്തരവനുസരിച്ച് 18 ശേഷമുണ്ടായ വേക്കൻസികളിൽ നിന്ന് കണ്ടെത്തണം. 21 മുമ്പ് 18 ശേഷമുണ്ടായ 2021 നവംബർ 8 മുമ്പുള്ള വേക്കൻസികളിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം. അങ്ങനെ 32 വേക്കൻസികൾ കണ്ടെത്തി 32 അധ്യാപകരെ സ്പോട്ട് ചെയ്ത്, ഏറ്റവും അവസാനമൊക്കെ നിയമിക്കപ്പെട്ട അധ്യാപകരെ സ്പോട്ട് ചെയ്ത് അങ്ങനെ വേക്കൻസികൾ കണ്ടെത്തി. അതാണ് നമ്മൾ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന അധ്യാപകർ വന്ന് ചേരുമ്പോൾ കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പോസ്റ്റുകൾ. അങ്ങനെ 32 എണ്ണം നമ്മൾ ഈ സർക്കുലർ ഇറങ്ങി, ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഇറങ്ങി ആ സമയത്ത് തന്നെ മാറ്റിവെച്ചതാണ്. ആ 32 പോസ്റ്റുകളിലേക്ക് ഇതുവരെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവരെ തരാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ആകെ നമുക്ക് ലഭിച്ചിരിക്കുന്ന 9 പേരെ മാത്രമാണ്. ബാക്കി പോസ്റ്റുകൾ നമ്മൾ കാത്തിരിക്കുകയാണ് അവർ വരാൻ വേണ്ടി. പക്ഷേ ഇതുവരെ അവരെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സ്പെഷ്യൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനോ അതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾക്കോ ഒന്നും സാധിച്ചിട്ടില്ല. കാരണം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ഈ ഓരോ വിഷയത്തിനുള്ള അധ്യാപകരില്ല എന്നാണ് അനൗദ്യോഗികമായിട്ട് അറിയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയുള്ളൊരവസരത്തിൽ നിലവിലുള്ള അധ്യാപകരെ ഇങ്ങനെ അവരുടെ നിയമനങ്ങൾ പാസ്സാക്കാതെ കൂടുതൽ നിയമങ്ങൾ കർശനമാക്കിക്കൊണ്ട് അവരെ പീഡിപ്പിക്കുന്ന ഒരു സമീപനം ശരിയാണ്? അവരിനി ക്വാളിഫൈഡായിട്ട് വന്ന് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ട് ഇപ്പോൾ നിലവിലുള്ള അധ്യാപകരുടെ നിയമനങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും സാമൂഹിക ആഘാതങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അച്ഛൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സാങ്കേതിക പ്രശ്നങ്ങൾ, സമ്മർദ്ദങ്ങൾ
ഒരുപക്ഷെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്ര സുതാര്യമായി പോകുന്ന, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരോട് ഇത്രയേറെ അനുഭാവപൂർണമായ നിലപാടെടുക്കുന്ന സഭയുടെ കാഴ്ചപ്പാട് അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. മാനേജ്മെൻറ്റുകൾ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണോ? എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസ കാഴ്ചപ്പാട് ശരിയായി വ്യാഖ്യാനിക്കപ്പെടേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരോ വിദ്യാഭ്യാസ വകുപ്പോ വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കുന്ന ഒരു തുക അല്ലെങ്കിൽ ഒരു പണം ഒരു കെട്ടിടം പണിയുന്നത് പോലെ, പാലം നിർമ്മിക്കുന്നത് പോലെ, റോഡുകൾ പണിയുന്നത് പോലെ ഭൗതികമായി നമുക്ക് കാണാൻ സാധിക്കില്ല. അത് ഭാവിയിലേക്കുള്ള ഒരു വലിയ സ്ഥിര നിക്ഷേപമാണ്. ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ കുറവ് നമ്മുടെ ഭരണാധികാരികൾക്കോ ബന്ധപ്പെട്ടവർക്കോ ഉണ്ടാകുന്നത് കൊണ്ടാണോ ഇത്തരം വികലമായ കാഴ്ചപ്പാടുകൾ, ചിന്തകൾ ഉണ്ടാകുന്നത്? അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വന്നാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. കാരണം സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലും ഈ ഒരു അടുത്ത കാലം വരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10-20 വർഷം മുമ്പ് വരെയൊക്കെ സാർ ആദ്യം സൂചിപ്പിച്ച രീതിയിൽ നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മോഡൽ വളരെയധികം പ്രകീർത്തിക്കപ്പെട്ടിരുന്ന ഒന്നാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ ഏത് രീതിയിൽ പോകുന്നുവെന്ന് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിദ്യാഭ്യാസ മേഖലയിലെ തന്നെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ ഇതിനെ ഇപ്പോഴത്തെ നമ്മുടെ സംവിധാനങ്ങളെ വിമർശിച്ചുകൊണ്ട് അവരുടേതായ സർക്കിളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്തു വന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അത് ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം തന്നെ ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയേണ്ടി വരും. കാരണം ഏതൊരു വികസിത സമൂഹത്തിലും അവരുടെ അധ്യാപക സമൂഹത്തിന് കൊടുക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ്. ഞാൻ ഫിൻലൻഡിലെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് വായിക്കാനിടയായി. ഫിൻലൻഡാണ് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രാഥമിക വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ നൽകുന്ന ഒരു രാജ്യമായിട്ട് കണക്കാക്കുന്നു. അവിടെ ഒരു വേദിയിൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെ ഏറ്റവും ഉന്നത സ്ഥാനമാണ് ഒരു അധ്യാപകന്. മറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടെങ്കിലും അധ്യാപകൻ ആ വേദിയിലുണ്ടെങ്കിൽ അധ്യാപകനാണ് അവർ പ്രഥമ സ്ഥാനം നൽകുക. അത് ആ രാജ്യത്തിൻ്റെ വികസിത മുഖത്തിൻ്റെ ഒരു കാരണം കൂടിയാണ്. അധ്യാപകരെയും വിദ്യാഭ്യാസ മേഖലയെ എത്രമാത്രം കരുതുന്നു, അവരെ എത്രമാത്രം പരിഗണിക്കുന്നു, അവർക്ക് എത്രമാത്രം സ്ഥാനം കൊടുക്കുന്നു. നമ്മുടെ സംസ്കാരത്തിൽ പ്രഖ്യാപിതമായിട്ടുള്ളൊരു നയമാണ് അധ്യാപകരെ ദൈവത്തെ പോലെ കാണുക എന്നുള്ളത്. പക്ഷെ നമ്മളെങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്? ഈ ഭിന്നശേഷി സംവരണം വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ അധ്യാപകരുടെ നില വളരെ പരിതാപകരമാണ്. നിയമനക്കുരുക്കുകൾ മൂലം വളരെ വർഷങ്ങളായി ശമ്പളം ലഭിക്കാതെയും സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങുകയും ചെയ്യുന്ന ഒരുപാട് അധ്യാപകർ നമുക്ക് ചുറ്റുമുണ്ട്. അതിനിടയിലാണ് ഈ ഭിന്നശേഷി പ്രശ്നവുമായി ബന്ധപ്പെട്ട പുതിയ പ്രതിസന്ധികൾ. യഥാർത്ഥത്തിൽ അധ്യാപകരുടെയും അവരുടെ ജീവിത പ്രശ്നങ്ങളെയും അവരുടെ കുടുംബത്തെയും ഈ പൊതുസമൂഹവും ബന്ധപ്പെട്ട അധികാരികളും ഒന്ന് പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതല്ലേ? അവരും ജീവിതത്തിലേറെ കഷ്ടപ്പെടുകയും ഈ ഒരു അധ്യാപക നിയമനത്തിൻ്റെ പേരിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ പേരിൽ ജീവിതം കരിപ്പിടിപ്പിക്കുന്നവരാണ്. അവരെ സമൂഹം പാടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് പാടെ ഒഴിവാക്കുന്നൊരു സമീപനം ശരിയല്ലല്ലോ. സാറ് ചോദിച്ചത് വളരെ അർത്ഥമുള്ളൊരു ചോദ്യമാണ്. ഇത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമൂഹം സ്വരമുയർത്തുന്നത് പോലെ തന്നെ ഇപ്പോൾ നിലവിൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന അധ്യാപകർ ഈ സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ്. അവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഒരു വിഭാഗത്തിൻ്റെ അവകാശം സംരക്ഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ മറവിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഇല്ലാതാകുന്നത് സാമാന്യനീതിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. കാരണം 2021 നവംബർ 8 സർക്കുലറിന് ശേഷം നവംബർ 23 അതിനെ സ്പഷ്ടീകരിച്ചുകൊണ്ടൊരു സർക്കുലർ ഇറങ്ങി. ആ സർക്കുലറിൽ പറയുന്നത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന അധ്യാപകർ മുഴുവൻ വന്നു ചേർന്നതിന് ശേഷമേ 2021 ശേഷം വെച്ച നിയമനങ്ങളൊക്കെ പാസ്സാക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതെന്ന് ഇവരെല്ലാം വന്നു ചേരും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇപ്പം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന അധ്യാപകരെ ലഭ്യമല്ല. രണ്ടാമത്തേത് വലിയ മാനേജ്മെൻറ്റുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കോർപ്പറേറ്റ് പോലുള്ള മാനേജ്മെൻറ്റുകളെ സംബന്ധിച്ച് ഒരു വർഷം ഒരു 100 അപ്പോയിൻമെൻറ്റ് ഒഴിവുകളുണ്ടെങ്കിൽ അതിൽ 4 എണ്ണം മാറ്റി വെക്കണം. ആ 4 എണ്ണം എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കും. ഒരിക്കലും അത് പൂർണ്ണമാകുന്നില്ല. അപ്പോൾ ഇത് പൂർത്തിയായിട്ടേ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന്, ഇപ്പോൾ നിയമിക്കപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് പറയുമ്പോൾ പ്രായോഗികമായിട്ട് അതൊരിക്കലും പരിഹരിക്കപ്പെടാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അതിലെ വ്യംഗ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മുടെ അധ്യാപകരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നമ്മൾ അധ്യാപകരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. പ്രത്യേകിച്ച് ഈ നമ്മുടെ ഇപ്പോഴുള്ള ഈ പ്രതിസന്ധി നേരിടുന്ന അധ്യാപകർക്ക് കൂടുതലും ചെറുപ്പക്കാരാണ്, അടുത്ത കാലത്ത് വിവാഹിതരായവരുമൊക്കെയാണ്.
അപ്പോൾ അവരുടെ കുടുംബത്തിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ ഒരു ജോലി കണ്ടുകൊണ്ടാണ് പലരുടെയും വിവാഹം തന്നെ നടക്കുന്നത്. അപ്പോൾ ആ ജോലിക്ക് ഒരു സ്ഥിരത ലഭിക്കുന്നില്ല, ആ ജോലി കൊണ്ട് ശമ്പളം ലഭിക്കുന്നില്ല. ഒരു അധ്യാപകൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് കണ്ണീരോടെ പറഞ്ഞതാണ്, അദ്ദേഹത്തിനൊരു കുഞ്ഞ് ജനിച്ചിട്ട് ആ കുഞ്ഞിന് വേണ്ട കാര്യം ചെയ്യാൻ പോലും ഉള്ള ഒരു വരുമാനം ഈ ജോലിയിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം രാത്രി മറ്റ് ജോലികൾക്ക് പോവുകയാണ്. എത്രമാത്രം വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് അധ്യാപകരെ സംബന്ധിച്ച്. അതുപോലെ തന്നെ മാതാപിതാക്കൾ രോഗികളായിട്ടുള്ള അധ്യാപകർ ധാരാളമുണ്ട്. അധ്യാപികമാരുടെ കാര്യം അതുപോലെ തന്നെ സങ്കടം ഉണ്ടാക്കുന്നതാണ്. കാരണം അവരിൽ പലരുടെയും വിവാഹം നടന്നിരിക്കുന്ന ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഒരു പുതിയ കുടുംബത്തിലേക്ക് കടന്നു ചെന്നിട്ട് ഇതിനൊരു തീരുമാനമാകുന്നില്ലെന്ന് പറയുമ്പോൾ അവർ നേരിടുന്ന പ്രതിസന്ധികളുണ്ട്. അങ്ങനെ പിന്നെ സമൂഹം കാണുന്ന ഇവർ അധ്യാപകരായിട്ടാണ്, ഇവർക്ക് ജോലിയുണ്ട്, ഇവർക്ക് ശമ്പളമുണ്ട്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ആവശ്യങ്ങൾ, ഡിമാൻഡ്സ് സമൂഹത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഇവരോടുണ്ടാകും. പക്ഷെ അവർക്കത് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവരുടെ ദുഃഖങ്ങളൊക്കെ ഇവർ രഹസ്യമായിട്ട് സൂക്ഷിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് അധ്യാപക സമൂഹം കടന്നു പോകുന്നത്. അത് ബന്ധപ്പെട്ട അധികാരികൾ മനസ്സിലാക്കണം. അധ്യാപകരുടെ പ്രതിസന്ധികളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഈ അധ്യാപകരെ നിയമിക്കുന്ന വിദ്യാലയങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നേരിട്ടിടപെടുന്ന മാനേജ്മെൻറ്റിന് ഈ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഈ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. നിയമപരമായ കാര്യങ്ങൾ, സാങ്കേതികമായ പ്രതിസന്ധികൾ, തീയതിയും സർക്കുലർ ഡേറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പോൾ ഈ കാര്യത്തിനിടയിൽ ഒരു കൃത്യമായ അധ്യാപക നിയമനം അത് ശരിയായി സാക്ഷാത്കരിക്കുന്നതിന് മാനേജ്മെൻറ്റ് നേരിടുന്ന പ്രതിസന്ധികൾ, കോർപ്പറേറ്റ് മാനേജർ അച്ഛൻ എന്ന നിലയിൽ അങ്ങേക്ക് ഇടപെടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? മാനേജർ എന്ന നിലയിൽ ഭിന്നശേഷി സംവരണവുമായിട്ട് ബന്ധപ്പെട്ട ആ ഉത്തരവുകൾ നടപ്പിലാക്കുമ്പോൾ പലപ്പോഴും പ്രതിസന്ധി ഉണ്ടാകാറുണ്ട്. അതുപോലെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിലുള്ളതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള സംശയവും അനിശ്ചിതത്വവും ആശങ്കയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഭിന്നശേഷി ടെക്നിക്കലായിട്ടുള്ള കാര്യം, ഭിന്നശേഷി സംവരണമായിട്ടുള്ള അത് നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവിൽ പറയുന്നത് 1996 മുതൽ 95 ആക്ട് ഇറങ്ങി 96 മുതൽ 2017 വരെയുള്ള 3% സംവരണം, 2017 മുതലുള്ള 4% സംവരണം, ഇതെല്ലാം കൂടെ കൂട്ടി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 32 വേക്കൻസികളാണ് ഇനിയും നമ്മൾ കൊടുക്കാനുള്ളത്. ഈ 32 വേക്കൻസികൾ നിർണ്ണയിക്കേണ്ടത് 2018 ശേഷം വെച്ച അധ്യാപകരുടെ ഒഴിവുകളിലാണ്. അപ്പോൾ അവിടെ ഓൾറെഡി അധ്യാപകർ നിൽപ്പുണ്ട്, അവരെ മാറ്റിയിട്ട് വേണം ഈ 32 പേര് വരുമ്പോൾ നിയമിക്കാൻ. ഇങ്ങനെ നിലവിൽ അവിടെ നിൽക്കുന്ന അധ്യാപകർക്ക് മാറുന്ന സമയത്ത് ഒരു ക്ലെയിം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അത് 51A ക്ലെയിം എന്ന് പറയും. അതായത് പുറത്തു പോകുന്ന സംരക്ഷിത അധ്യാപകരുടെ ഒരു നിലയിലാണ് അവരെ കാണുന്നത്. അതുകൊണ്ട് അവർ പുറത്തു പോകുമ്പോൾ അപ്പോൾ ലഭ്യമായിട്ടുള്ള ഒഴിവിൽ അവരെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്നൊരു ഒരു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന അധ്യാപകൻ അവർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ഒരു ഒഴിവിൽ വരികയാണെങ്കിൽ അതൊരു സ്കൂളിലെ ഒഴിവായിരിക്കും. അവിടെ നിലവിലൊരു അധ്യാപകനുണ്ട്. ആ അധ്യാപകൻ്റെ നിയമനം ശമ്പള സ്കെയിലിൽ താൽക്കാലികമായിട്ട് പാസ്സായി നിൽക്കുന്നതാണ്. അദ്ദേഹത്തിന് മറ്റ് അവകാശങ്ങളൊന്നുമില്ല. അദ്ദേഹത്തെ മാറ്റി വേണം ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന അധ്യാപകനെ മാനേജർ അവിടെ നിയമിച്ചിട്ട് അദ്ദേഹത്തെ മാറ്റുമ്പോൾ അദ്ദേഹം പുറത്താകുന്നു. അദ്ദേഹത്തിന് 51A ക്ലെയിമുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത് നിലവിലുള്ള വേക്കൻസിയിൽ അദ്ദേഹത്തെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള വേക്കൻസി ഏതാണ്? 21 ശേഷം വെച്ച വേക്കൻസികളൊക്കെ നിലവിലുള്ള വേക്കൻസി ആയിട്ടാണ് സർക്കാരിൻ്റെ മുന്നിൽ. കാരണം ഒന്നും സ്ഥിരമായിട്ടുള്ള രീതിയിലല്ല പാസ്, എല്ലാം ഡെയിലി ബേസിലാണ് പാസ്സായിരിക്കുന്നത്. അപ്പം ഡെയിലി ബേസിൽ പാസ്സായി നിലവിൽ നിൽക്കുന്ന ഏറ്റവും ജൂനിയറായിട്ടുള്ള അധ്യാപകനെ മാറ്റി അങ്ങോട്ടേക്ക് ഈ അധ്യാപകനെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അവിടെ നിൽക്കുന്ന അധ്യാപകൻ പുറത്താകും. ഈ രണ്ടുപേരുടെയും കണ്ണുനീര് കാണേണ്ടി വരുന്നത് മാനേജരാണ്. കാരണം ആദ്യത്തെ അധ്യാപകൻ ആശ്വാസത്തിൽ ശമ്പളം മേടിച്ചോടെ ഇരിക്കുകയാണ്. ഇനി അടുത്ത സ്ഥലത്ത് ചെന്നിട്ട് ഇതെല്ലാം പാസ്സായി വരണം. രണ്ടാമത്തെ ആൾ പ്രതീക്ഷയോടെ പെർമനൻ്റ് നിയമനമൊക്കെ ലഭിച്ച് ഇരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ എങ്ങും അല്ലാത്ത അവസ്ഥയിൽ അദ്ദേഹത്തിനെ മാറ്റുന്നു. ഇനിയും വരുന്നൊരു വേക്കൻസിയിലേക്ക് നമ്മൾ അദ്ദേഹത്തെ വെക്കും. പക്ഷെ നിലവിൽ ജോലി നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് ആ അധ്യാപകൻ, ഏറ്റവും ജൂനിയറായിട്ടുള്ള അധ്യാപകൻ മാറുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് ഫീൽഡിൽ അഭിമുഖീകരിക്കുന്നത് സർക്കാരിന് ഉത്തരവുകൾ ഇട്ടാൽ മതി. പക്ഷേ ഇത് പ്രായോഗിക തലത്തിൽ അഭിമുഖീകരിക്കുന്നതും ഇതിൻ്റെ വേദനകളും വിഷമങ്ങളും വന്നു കൊള്ളുന്നതുമൊക്കെ എപ്പോഴും മാനേജറിലാണ്. അപ്പം അതാണ് സങ്കടപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. പിന്നെ
ഈ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് പല വൈരുദ്ധ്യങ്ങളുമുണ്ട്. അതായത് നമ്മൾ കണ്ടു ഈ 18-ന് ശേഷം വെച്ച 21-ന് മുമ്പ് 2021 നവംബർ 8-ന് മുമ്പ് വെച്ച ശമ്പള സ്കെയിലിൽ പാസ്സായ അധ്യാപകർക്ക് പ്രൊമോഷൻ അർഹതയില്ല, ഇൻക്രിമെൻറ്റിന് അർഹതയില്ല, അങ്ങനെ അവകാശങ്ങളൊന്നും അവർക്കില്ല. അങ്ങനെയുള്ളപ്പോൾ ഹൈസ്കൂളിലേക്ക് നമ്മൾ ആരെ വെക്കും? കാരണം ഹൈസ്കൂളിൽ എയ്ഡഡ് മാനേജ്മെൻറ്റുകൾക്ക് നേരിട്ട് ഹൈസ്കൂൾ ടീച്ചേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റത്തില്ല. അർഹരായ UP സ്കൂളിലെ അധ്യാപകരെ വിഷയാടിസ്ഥാനത്തിൽ പ്രൊമോട്ട് ചെയ്തേ വെക്കാൻ പറ്റുള്ളൂ. അതിനവർക്കൊരു ക്ലെയിമുണ്ട്, അതാണ് 43 ക്ലെയിം. 43 ക്ലെയിം നിലവിൽ ഈ അധ്യാപകർക്കില്ല. അപ്പോൾ സീനിയോറിറ്റി അനുസരിച്ച് ഇവർ സ്ഥിരനിയമനം ലഭിച്ചവരാണ്. ഇവരുടെ ടേൺ വരുമ്പോൾ ഇവർക്ക് 43 ക്ലെയിം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നിലവിൽ സാധ്യതയില്ല. ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി മറ്റൊരാളെ നേരിട്ട് പുറത്തുനിന്ന് എടുത്ത് വെക്കാൻ പറ്റുമോ? അതും പറ്റത്തില്ല. കാരണം ഇവർ സ്ഥിരനിയമനം ലഭിച്ച് നിൽക്കുകയാണ്. ഈ ഭിന്നശേഷി പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇവർ 43 ക്ലെയിമായി ഇവർക്കുണ്ടായിരുന്ന അവകാശത്തിലാണ് വേറൊരാളെ പുറത്തുനിന്ന് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് മാനേജറെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ്. ഇതിലും പ്രതിസന്ധിയാണ് ഡെയിലി വേജസിൽ വെച്ചവരുടെ കാര്യം വരുമ്പോൾ. ഡെയിലി വേജസിൽ നമ്മൾ സ്ഥിരനിയമനമാണ് ഇതുവരെ കൊടുത്തിരുന്നത്. അവരുടെ ടേൺ വരുമ്പോൾ അവർക്കൊരു ഡെയിലി വേജസ് ആയതുകൊണ്ട് ഒരവകാശവും ഇല്ല. അവരുടെ ടേൺ വരുമ്പോൾ ഇതേ പ്രശ്നമാണ്. അവരെ പ്രൊമോട്ട് ചെയ്ത് വെച്ചാൽ അവർ പാസ്സാകാൻ നിൽക്കും. ആദ്യം പറഞ്ഞ വിഭാഗവും ശമ്പള സ്കെയിലിൽ പാസ്സായവരും പ്രൊമോഷൻ അർഹതയില്ലാത്തതുകൊണ്ട് അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് വെച്ചാൽ അവരവിടെ അനിശ്ചിതത്വത്തിൽ നിൽക്കും, അവരുടെ പാസ്സാകത്തില്ല. എന്നാൽ പുറത്തുനിന്ന് നമ്മൾക്ക് ആരെയും നേരിട്ട് വെക്കാനും ഉള്ള നിയമമില്ല. അത് സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം കൂടാണ് കേട്ടോ. അത് ഹയർ പോസ്റ്റുകളിൽ എയ്ഡഡ് സ്കൂളുകളിൽ എപ്പോഴും താഴ്ന്ന പോസ്റ്റിൽ നിന്ന് പ്രൊമോഷനേ നടക്കുകയുള്ളൂ. അതേസമയം സർക്കാർ സ്കൂളുകളിൽ നേരിട്ട് ഹൈസ്കൂളിൽ വെക്കാം, നേരിട്ട് ഓഫീസ് അറ്റൻഡൻറ്റിനെ നിയമിക്കാം, നേരിട്ട് ക്ലർക്കിനെ നിയമിക്കാം. പക്ഷേ എയ്ഡഡ് സ്കൂളുകളിൽ അതൊന്നും പറ്റത്തില്ല. ഇത് മാനേജറെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ്. എന്ത് ചെയ്യണമെന്നൊരു ക്ലാരിറ്റി എങ്ങനെയൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. അതൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതിസന്ധിയാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി ഞാൻ പറഞ്ഞ അധ്യാപകരുടെ ഈ ദുഃഖം നിരന്തരം കാണുക എന്നുള്ളതാണ്. പലപ്പോഴും അവരുടെ ദുഃഖത്തിന് മുമ്പിൽ നിസ്സഹായ അവസ്ഥയിൽ നമ്മൾ എത്തിപ്പോകുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഒന്നിച്ച് നിന്ന് വലിയ പ്രതിസന്ധിയെ ഒരു തലത്തിൽ തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. അതുകൊണ്ട് ഇതും ഇപ്പോൾ വന്നിരിക്കുന്നത് നവംബർ 30-ലെ ഈ ഉത്തരവിലെ പ്രതിസന്ധിയെയും നമുക്ക് നിയമപരമായിട്ട് തന്നെ മറ്റിടപെടലുകളിലൂടെയൊക്കെ അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിലെ എല്ലാ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാതൃകാപരമായി മികവുറ്റ രീതിയിൽ പ്രവർത്തിച്ച പാരമ്പര്യമാണ് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കുള്ളത്, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിനുള്ളത്. എന്നാൽ ഈ അടുത്ത കാലത്തുണ്ടായ അധ്യാപകരുടെ പ്രശ്നങ്ങളിൽ കോർപ്പറേറ്റ് മാനേജർ എന്ന നിലയിൽ അങ്ങേക്ക് എന്തൊക്കെ പിന്തുണയാണ് അധ്യാപകർക്ക് നൽകാൻ സാധിച്ചത്? കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിന് കൂട്ടായിട്ട് അധ്യാപകരുമായി ചേർന്ന് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് ഏതറ്റം വരെ പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്? അധ്യാപകരോടൊപ്പം എപ്പോഴും അവരെ ചേർത്ത് നിർത്താനായിട്ട് മാനേജ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന അധ്യാപകർക്ക് അതറിയാം. കാരണം ഈ നവംബർ 8, 2021 സർക്കുലർ ഇറങ്ങിയതിന് ശേഷം അതിനെ സ്പഷ്ടീകരിച്ചുകൊണ്ടാണ് 2022 നവംബർ 23-ന് മറ്റൊരു സർക്കുലർ ഇറങ്ങുന്നത്. അതിൽ പറയുന്നു, അതിലാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയ പരാമർശമുള്ളത്. അതായത് ഭിന്നശേഷി സംവരണം പൂർണ്ണമായും നടപ്പിലാകുന്നത് വരെ 2021 ശേഷം നിയമിതരായ അധ്യാപകർക്കൊന്നും നിയമനാംഗീകാരം നൽകേണ്ടതില്ല. അതാണ് നമ്മുടെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ പിടിച്ചു കുലുക്കിയ വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ മാസങ്ങളോളം നിന്നു, ശമ്പളം ഇല്ലാതെ നിന്നു, അനിശ്ചിതത്വത്തിലായിരുന്നു ഇവരെല്ലാവരും. ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ മാനേജ്മെൻറ്റ് ഇവരെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് ചേർത്ത് നമ്മുടെ സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു മീറ്റിംഗ് ഒക്കെ നടത്തി കോടതിയിൽ കേസ് പോകാനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ ഒരാഭിമുഖ്യത്തിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ആശ്വാസകരമായ ഒരവസ്ഥ, താരതമ്യേന ആശ്വാസകരമായ ഒരവസ്ഥ. അതായത് 21-ന് മുമ്പുള്ളവർക്ക് ശമ്പള സ്കെയിലിൽ താൽക്കാലികമായിട്ട് പാസ്സാകുന്നു, 21-ന് ശേഷമുള്ളവർക്ക് ഡെയിലി വേജസിൽ പാസ്സാകുന്നു എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ആ കേസിൻ്റെ ഫലമായിട്ടുണ്ടായ കോടതി വിധിയെ തുടർന്നാണ്. അത് നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് മാനേജ്മെൻറ്റ് അധ്യാപകരോട് ചേർന്ന് ഒന്നിച്ച് നിന്ന് മുൻപോട്ട് പോയതിൻ്റെ ഫലമായിട്ടാണ് അത് ഉണ്ടായത്.
ഇപ്പോൾ വന്നിരിക്കുന്ന അതിലും വലിയ പ്രതിസന്ധിയാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഭിന്നശേഷി സംവരണത്തിൻ്റെ പ്രശ്നം നിലവിൽ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. കാരണം നമ്മൾ വേക്കൻസികൾ മാറ്റി വെച്ചിരിക്കുന്നു, അവർ വന്ന് ചേരേണ്ട താമസമേ ഉള്ളൂ. ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ നവംബർ 30 മറ്റൊരു സർക്കുലർ ഇറങ്ങിയത്. അതായത് 2021 നവംബർ 8 ശേഷം വെച്ച അധ്യാപകരുടെ നിയമനം മാനേജർ നൽകുന്നത് ദിവസവേതനത്തിലായിരിക്കണം. ഇതുവരെ മാനേജർക്ക് സ്ഥിര നിയമനം നൽകാമായിരുന്നു. കാരണം സ്ഥിര നിയമനവും ദിവസവേതനത്തിലുള്ള നിയമനവും തമ്മിൽ അജഗജാന്തരമുണ്ട്. കാരണം സ്ഥിര നിയമനം എന്ന് പറയുന്നത് അവകാശങ്ങൾ ഒത്തിരിയുള്ള ഒരു നിയമനമാണ്. അവർക്ക് ഇൻക്രിമെൻ്റ് ലഭിക്കും, അവർക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാം, അവർക്ക് സർവീസ് ബുക്ക് ഓപ്പൺ ചെയ്യാം, അവർക്ക് പ്രൊമോഷൻ ലഭിക്കും, പെൻഷൻ അർഹതയുണ്ട്. ഇതെല്ലാം സ്ഥിര നിയമനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. പക്ഷേ ഡെയിലി വേജസ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ല. ഓരോ ദിവസവും വന്ന് പഠിപ്പിക്കുന്നു, പോകുന്നു, പഠിപ്പിക്കുന്ന ദിവസത്തെ സാലറി കിട്ടും, യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളും ഇല്ല. അപ്പോൾ ഈ ഭിന്നശേഷി സംവരണത്തിൻ്റെ ഭാഗമായിട്ട് മാനേജർ നടത്തിയ സ്ഥിര നിയമനത്തിൽ ഡെയിലി വേജസിൽ പാസ്സാക്കിയാൽ മതി എന്ന് സർക്കാർ ആദ്യം പറഞ്ഞെങ്കിലും ഭിന്നശേഷി സംവരണം നടപ്പിലായി കഴിയുമ്പോൾ അവരുടെ നിയമനം റെഗുലറൈസ് ചെയ്യപ്പെടുമെന്നൊരു പരാമർശം ഉണ്ടായിരുന്നു. പുതിയ സർക്കുലർ ഓർഡറിൽ അങ്ങനൊരു പരാമർശവും ഇല്ല. ഇനിയും മാനേജർ നിയമിക്കുന്നത് പോലും ഡെയിലി വേജസിലാകണമെന്ന് പറയുമ്പോൾ ആ അധ്യാപകരെ സംബന്ധിച്ച് ഭാവി വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരവസ്ഥയാണ്. കാരണം അവർക്ക് യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല. കാരണം KR അനുസരിച്ച് സ്ഥിര തസ്തികയിൽ രാജി, മരണം, റിട്ടയർമെൻറ്റ് ഈ 3 കാരണങ്ങൾ മൂലമുണ്ടാകുന്ന സ്ഥിര തസ്തികയിൽ ഡെയിലി വേജസ് നിയമനം പാടില്ല. ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കാൻ പാടില്ല, സ്ഥിരമായിട്ട് നിയമിക്കാൻ പാടുള്ളൂ. അപ്പോൾ മാനേജർ ദിവസവേതനത്തിലാണ് നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അവകാശമില്ല. ഗവൺമെൻറ് അത് പാസ്സാക്കി, ദിവസവേതനത്തിൽ പാസ്സാക്കി. ഈ ഒരു തലത്തിലേക്ക് വർഷങ്ങളോളം അവർ നിലനിന്ന് പോയാലും ആർക്കും അവകാശത്തോടെ ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. ആ ഒരു പ്രതിസന്ധിയിലോട്ടാണ് വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അധ്യാപകരോട് പറയാനുള്ളത്, മാനേജ്മെൻറ്റ് നിങ്ങളോടൊപ്പം ഉണ്ട്. നമുക്ക് ഒന്നിച്ച് നിന്ന്, ഇതിലും വലിയ പ്രതിസന്ധികൾ വന്നപ്പോൾ നമ്മൾ നേരിട്ടതുപോലെ നമുക്ക് ഒന്നിച്ച് നിന്ന് തന്നെ ഇതിനെ നേരിടണം. സുപ്രീം കോടതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു നമുക്കൊരു അവസരമാണ്. കാരണം നമ്മൾ ഭിന്നശേഷി സംവരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് ചെയ്യുന്നുണ്ടെന്നും ഭിന്നശേഷിക്കാരെ ലഭ്യമല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റ് വേക്കൻസികൾ ഒഴിഞ്ഞു കിടക്കുന്നതെന്നും സുപ്രീം കോടതിയെ ധരിപ്പിക്കാനുള്ളൊരവസരവും കൂടിയാണിത്. അതുകൊണ്ട് ഒരുപക്ഷെ സ്ഥായിയായിട്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാനുള്ള ഒരു സാധ്യത തുറന്നു കിട്ടിയിരിക്കുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ടതില്ല. നമുക്ക് പ്രത്യാശയോടെ മുൻപോട്ട് പോകാം. മാനേജ്മെൻറ്റ് എന്തു വന്നാലും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ വേദനകളും പ്രശ്നങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുൻപോട്ട് നമ്മൾ പോകുന്നത്. പ്രശ്നങ്ങളൊക്കെ അടുത്ത് തന്നെ പരിഹരിക്കപ്പെടുമെന്നാണ് എൻ്റെ ശുഭപ്രതീക്ഷ. കേരള മോഡൽ ലോകപ്രസിദ്ധമാണെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും അഭിമാനിക്കുമ്പോഴും ഈ അഭിമാന നേട്ടത്തിന് മുമ്പിൽ ഒരുപാട് പേരുടെ കണ്ണീരും വിയർപ്പുമുണ്ട്, അധ്വാനമുണ്ടെന്ന് നമുക്കറിയാം. തീർച്ചയായും ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് ആത്മവിശ്വാസത്തോടെയാണ് ഇന്നും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധിയെയും തരണം ചെയ്യാനും അതിജീവിക്കാനും കഴിയും എന്നൊരു വലിയ ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയുമാണ് ബഹുമാനപ്പെട്ട ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കോർപ്പറേറ്റ് മാനേജർ മനോജ് കർഗീലച്ചന് നമ്മോട് പങ്കുവയ്ക്കാനുള്ളത്. ഇത് അധ്യാപകരോട് പക്ഷം ചേരുന്ന, ഭിന്നശേഷിക്കാരെ കൂടെ നിർത്തുന്ന, പൊതുസമൂഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഒരു നല്ല സെഷനായി, ഒരു നല്ല അഭിമുഖമായി മാറിയിരിക്കുകയാണ്. അച്ഛൻ്റെ വാക്കുകൾക്ക് പ്രതീക്ഷ നൽകുന്ന അച്ഛൻ്റെ സമീപനത്തിന് ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.